നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നില്ല, ചിന്തിക്കുന്നത് മീൻ മെഡിറ്റേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. മീൻ മെഡിറ്റേഷൻ എന്നൊരു പദം തന്നെ ഇല്ല. തുടക്കത്തിലേ പറയട്ടെ. പിന്നെ ദിവസേന ഓരോരോ മണ്ടത്തരം തോന്നുന്നൊക്കെ പറയുന്ന ആളെന്നുള്ള എനിക്ക് ഞാൻ എന്റെ സ്വാതന്ത്ര്യം എടുത്ത് പറയാണ് മീൻ മെഡിറ്റേഷൻ എന്ന പദം. എന്നാൽ മീൻ മെഡിറ്റേഷൻ ഉണ്ട്. ഭാരതത്തിന്റെ പുറത്തു വരെ ചില സ്ഥലങ്ങളിൽ അത് ഉണ്ട്. ഗൾഫിൽ ഉണ്ട്. വിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമാണ് മീൻ. മീൻ എന്ന് പറഞ്ഞ സൂക്ഷ്മതത്വമാണ്, തന്മാത്രയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ ഓരോ സ്റ്റേജായിട്ട് 10 പറയുമ്പോൾ ഏറ്റവും ചെറിയ കാര്യത്തിന് മീൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ശരിക്കും മീൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുത് എന്നാണ്, തന്മാത്ര എന്നാണ്. സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ചെറുത് എന്നാണ് മീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് എനർജിയും സർപ്പരൂപത്തിലാന്ന് പറയുമ്പോൾ സർപ്പവും ഇതേമാതിരിയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഈ മീനിനെ നോക്കിക്കൊണ്ടിരിക്കുക, അതൊരു മെഡിറ്റേഷൻ നമുക്ക് നൽകും മാനസികമായിട്ട്. അരുവിക്കരയിൽ ഞാൻ പോയി നോക്കിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷെ എനിക്ക് പൊതുവെ മീനിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ പറയാൻ ശൃംഗേരിയിലാണ്. എന്റെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള പുസ്തകത്തിൽ ശൃംഗേരിയിലെ മീനുകൾ എന്നാണ് തലക്കെട്ട് കൊടുത്തത്. ആ ശൃംഗേരി മഠത്തിന്റെ അവിടെയുള്ള ആ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം മീനുകൾ നമ്മുടെ അടുത്തേക്ക് വരും. നല്ല വലിപ്പമുള്ള മീനും ഉണ്ടാവും. അത് ദ്രോഹിക്കില്ല, ആ മീനുകളെ പിടിക്കില്ല എന്ന ഒരു ധൈര്യം മീനുകൾക്ക് ഉണ്ട്. അവരെ ഒന്നും ചെയ്യില്ല എന്ന് മീനുകൾക്ക് അറിയാം. കാരണം തലമുറകളായിട്ട് മനുഷ്യനെ അവിടെ ദ്രോഹിക്കാതെ നിൽക്കുകയാണ്. നല്ല വീതിയുള്ള മീനിന്റെ പതുക്കെ ശരീരത്തിൽ അങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വരയ്ക്ക് ഓർക്കാൻ പറ്റും. നമുക്കൊക്കെ പറ്റും. അത് ചില അവസരങ്ങളിൽ വേണം. ആ മീനുകൾ പൊന്തിയ സമയത്ത് പോകണം. ഞാൻ ശൃംഗേരി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടെ ഉള്ളവർക്കൊക്കെ ഈ മീനിനെ നോക്കിക്കൊണ്ട് നിൽക്കലൊക്കെ ഇഷ്ടമുണ്ടാവണമെന്നില്ല. അവിടെ എന്താ കാണാനുള്ളത്, ഇവിടെ എന്താ കാണാനുള്ളത്, മറ്റേ ഗോപുരത്തിന് അങ്ങോട്ട് പോകാന്നുള്ള ഇവര് പോകുമ്പോൾ ഞാൻ ഒരിടത്ത് ഇരിക്കും. ഈ മീനിന്റെ ചലനങ്ങളിലേക്ക് നോക്കി ഇരിക്കുമ്പോൾ ഒരു മെഡിറ്റേഷൻ കിട്ടും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. അതിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വരുന്നു. ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ മീൻ വരുമ്പോൾ ശരിക്കും മീൻ ജീവിക്കുന്ന എവിടെയാണ്? വെള്ളത്തിലല്ല. നമ്മളിപ്പോ കാണുമ്പോൾ മീൻ വെള്ളത്തിലാണ്. ഞാൻ പതി സംസാരിക്കുന്നത് എന്റെ വീട്ടിൽ ഇരുന്നിട്ടാന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്, തെറ്റുമാണ്. ശരിയാണെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇരുന്നിട്ടാണല്ലോ പറഞ്ഞത്. ഭൗതിക തലത്തിൽ ചോദിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് നിങ്ങളുടെ വീടല്ലേ എന്ന് വെച്ചാണ്. പക്ഷെ വീടിന്റെ അകത്തെ ചുമരുകൾക്കകത്തെ ആകാശത്തിരുന്നല്ലേ സംസാരിക്കുന്നത്. സംസാരിക്കുന്നത് ആകാശത്തിരുന്നല്ലേ. പക്ഷികൾ പറക്കുന്നത് ആകാശത്ത് കൂടെ നമ്മൾ സമ്മതിക്കണ്ടല്ലോ.
വെള്ളത്തിനകത്തൊരു ആകാശം ഉണ്ടാക്കിയ ആകാശത്തിനകത്തെ മീനിന് പോകാൻ പറ്റും. നമ്മൾ എവിടെ പോയാലും നമുക്കൊരാകാശം വേണം. ബസ്സിൽ കയറണ്ട എന്ന് പറഞ്ഞ് ക്ലീനർ ഡോർ അടച്ചതിന്റെ അർത്ഥം നമ്മൾ അതിൽ കയറി നിൽക്കണമെങ്കിൽ ആ ബസ്സിനകത്ത് നമുക്ക് വേണ്ടത് അത്ര ആകാശം ഉണ്ടാവണം. അതില്ല. അപ്പൊ ക്ലീനർ പറയാ സ്പേസ് ഇല്ല എന്നാണല്ലോ പറയാ. ആ മീനിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ ജീവി മീനല്ലെങ്കിലും ദശാവതാരത്തെ പറ്റി പറയുമ്പോൾ മീനിൽ നിന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്തേ അപ്പോഴും മീനിൽ നിന്ന് പറയുന്നത്? ചെറിയ മീൻ ഏത് സമയത്തും മെഡിറ്റേറ്റ് ചെയ്യുക. വലുതുമാണ്. ഇതിപ്പോ ചെറുതിന്റെ കാര്യം പറഞ്ഞോളൂ. വലിയ മീൻ വന്ന് വിഴുങ്ങും. അതിനേക്കാൾ വലുത്. തന്നേക്കാൾ വലിയ മീൻ തന്നെ വന്ന് വിഴുങ്ങുമല്ലോ എന്ന ഒരു പേടി ആണ്. ആ പേടി ഒരു മെഡിറ്റേഷനാണ്. എന്നേക്കാൾ വലിയ മീൻ വന്ന് എന്നെ വിഴുങ്ങുമല്ലോ, അതിനേക്കാൾ വലിയ മീൻ അതിനെ വന്ന് വിഴുങ്ങും. ആ മെഡിറ്റേഷനിലൊരു കാര്യം കൂടിയുണ്ട്. ഏത് മെഡിറ്റേഷന്റെ പിറകിലും ഇന്നത്തേക്കാൾ ഉയർന്ന ഒരു ജന്മം കിട്ടണമെന്നാണ് നമുക്ക് ആഗ്രഹം. എല്ലാവരുടെ ആഗ്രഹം. എനിക്കങ്ങനെ ജന്മം കിട്ടണമെന്നൊന്നുമില്ല. പിന്നെന്താ, ഇപ്പൊ ഇരിക്കുന്ന പോസ്റ്റിൽ നിന്ന് എന്റെ മേലു ജോസഫ് ഇരിക്കുന്ന പോസ്റ്റ് എനിക്ക് കിട്ടണം. അത് പുതിയൊരു ജന്മം തന്നെയാണല്ലോ. ഇപ്പോഴത്തെ പോസ്റ്റിൽ നിന്ന് മേലു ജോസ് എന്നെ വരട്ടുകയാണ്. ആ സ്ഥാനം എനിക്ക് കിട്ടിയാൽ എനിക്ക് ബാക്കിയുള്ളവരെ വരട്ടാമല്ലോ. ഇപ്പോഴത്തേക്കാൾ നല്ല ശക്തമായ ഒരു ജീവിതവും ശരീരവും കിട്ടാൻ ഈ മീൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചു കിട്ടുന്നു. ചെറിയ മീൻ പിന്നെ വലിയ മീൻ തിന്നു. ആ വലിയ മീൻ പോകുമ്പോൾ ആ വലിയ മീൻ അതിനേക്കാൾ വലിയ മീനിനെ സങ്കല്പിക്കുന്നു. ഈ തിമിംഗലങ്ങളൊക്കെ ഈ ചെറിയ മീനിനൊന്നും തിന്നില്ല. അതിന് പറ്റുന്ന രീതിയിൽ വലിയ മത്സ്യങ്ങളിൽ സ്രാവുകളൊക്കെയാണ് വിഴുങ്ങുള്ളൂ. അങ്ങനെ ഇപ്പോഴത്തേക്കാൾ നല്ല ജീവിതം കിട്ടി. കുറച്ചും കൂടി പുരോഗമിച്ചു. അപ്പോഴേക്കും കുറച്ചും കൂടി അധികാരമായി, കുറച്ചും കൂടി വലിയ മീനായി. നമ്മൾ ഈ മത്തി എന്നൊക്കെ വിളിക്കുന്ന അവിടെ എത്തണമെങ്കിൽ പരമാണുവിൽ നിന്ന് തുടങ്ങിയതാണല്ലോ. ആ പരമാണുവിൽ നിന്ന് തുടങ്ങിയിട്ട് മത്തിയുടെ വലിപ്പത്തിലെത്തിയാൽ മത്തി അതിനൊക്കെ വലിയ മീൻ വീഴും. മീൻ നേരെയാക്കുന്നവർക്കറിയാം, ചിലപ്പോൾ മീനിന്റെ അകത്ത് വലിയ മീനിനെ നേരെയാക്കുമ്പോൾ അതിനകത്ത് ചെറിയ മീൻ ഉണ്ടാകും. അങ്ങനെ വലുതിനെ നോക്കി നോക്കി നോക്കിയിട്ട് പ്രകൃതിയുമായിട്ട് ലയിച്ചു പോകുന്ന മീനിനെ കാണുമ്പോൾ ഇതൊന്നും അറിയാത്തവരുടെ മനസ്സിലും, അറിയാത്തവരില്ല, ഇതൊക്കെ അറിയും, അവർക്ക് ഇഷ്ടപ്പെടും. ഒരു ചെറിയ കുട്ടിയും കൂടി മീനുകളെ നോക്കി നിൽക്കും. ശൃംഗേരി പോകുമ്പോഴൊക്കെ എനിക്ക് മീന് കാണൽ ഭയങ്കര താല്പര്യം. അടുത്ത മാസം ഏതെങ്കിലും ഒരു ഡേറ്റിന് പോകാമെന്ന് എന്നോട് ചിലവർ പറഞ്ഞിട്ടുണ്ട്. തയ്യാറായിട്ട് അവരുടെ കൂടെ പോകണം. അവിടെ പോയിട്ട് എനിക്ക് ഈ മീനുകളെ, ശൃംഗേരിയിലെ മീന്, കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലെ പശുക്കൾ, ഇതിനൊക്കെ പ്രത്യേകത ഉണ്ട്. എപ്പോഴെങ്കിലും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പുറത്ത്, അകത്ത് VIP ആണെങ്കിൽ പുറത്ത് കാത്തിരിക്കുമ്പോൾ അവിടെ അക്വേറിയത്തിൽ മീനുകൾ ഉണ്ടാവും. ചില ഹോട്ടലിലും ഉണ്ടാവും. ഹോട്ടലിൽ ചെന്ന ഉടനെ ഇരിക്കൂ, അത് ക്ലീൻ ചെയ്യുന്നവരെ ഇരിക്കാൻ പറയും. അപ്പൊ അവിടുത്തെ കസേരയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ സ്വർണ്ണ മീനുകളായിരിക്കും ഉണ്ടാവുക. ഞാൻ വളരെ നേരം ആ മീനുകളെ
നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഹോട്ടലുകാരൻ വന്നിട്ട് റൂമിലേക്ക് പോയിക്കോളൂ കേട്ടോ എന്ന് പറയുന്നവരെ നോക്കാൻ കാരണം മീനുകളെ പറ്റിയുള്ള ചിന്ത മുഴുവനായില്ല. മീൻ മെഡിറ്റേഷൻ എന്ന് പറയും. മീൻ മെഡിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. മീൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ആ മീനിന്റെ വരവ് ഇത്ര ഹൈ സ്പീഡിൽ വന്നിട്ട് അത് പരസ്പരം കൂട്ടിമുട്ടില്ല. വീട്ടിലെ എക്കോറിയത്തിലിട്ട മീൻ ഒരു 4-5 ഉണ്ടെന്ന് വെക്കുക. അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവര് കൂട്ടിമുട്ടി ഇടിച്ചു, പരിക്ക് പറ്റി. മനുഷ്യനാണെങ്കിൽ ഓടി നടക്കണമെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടില്ലേ? കൂട്ടിമുട്ടില്ല. പ്രപഞ്ചത്തിന്റെ ചെറിയ അംശത്തിന് ആ ചെറിയ ജീവിയായിട്ട് മീനിനേക്കാൾ ചെറുതുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് സ്ഥാപിക്കാനുണ്ടല്ലോ. പക്ഷെ മീൻ ഏറ്റവും ചെറുതാണ്. അത് വലുതാവാൻ ആഗ്രഹിക്കുന്നു. നാം വളരെ ചെറുതാണ്. ഇതിനേക്കാൾ നല്ലൊരു ജന്മം കിട്ടണം, ഇതിനേക്കാൾ നല്ലൊരു ശരീരം കിട്ടണം, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതം കിട്ടണം. അതിന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്നാമത് ഒറ്റയ്ക്കിരിക്കാൻ പറഞ്ഞാൽ വർത്തമാനകാലമായി ചേരുകയാണ്. വർത്തമാനകാലമായി ചേരുമ്പോൾ മീനുകളെ നോക്കുക, മീൻ മെഡിറ്റേഷൻ എന്താ നോക്കുക. അരുവിക്കരെ പോയാലും ലിക്കി പറയുന്ന ഇത് വെച്ചിട്ട് ഇങ്ങനെ മീനുകളായിട്ട് കണക്ഷൻ കിട്ടുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട്. ധാരാളം മീനുകൾ കാലിൽ പൊതിയുന്നതുണ്ട്. സൗപർണികയിൽ വരെയുണ്ട്. പക്ഷെ ശൃംഗേരിയിലെ മീനുകൾക്ക് കുറച്ചും കൂടി ഒരു രസം തോന്നി. ഇതൊക്കെ വെറുതെ ചിന്തിക്കുന്നേ ഉള്ളൂ. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾക്ക് സംഭരിക്കുന്നു. നമസ്കാരം.